ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിംഗ് തുടങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുത്ത് കഴിഞ്ഞു, അതായത് സ്റ്റക്ക് സിറ്റുവേഷന് പുറത്ത് വന്നിട്ട് ആക്ഷൻ എടുത്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല ആൾക്കാരുടെ യൂണിയൻ ആയിക്കഴിഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാകുമെന്ന്. ഇവിടെ 3 വർഷമായ റിലേഷൻഷിപ്പ് സെപ്പറേഷനാണെങ്കിലും 2 വർഷമായ റിലേഷൻഷിപ്പ് സെപ്പറേഷനിലാണെങ്കിലും അവിടെ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഓഗസ്റ്റ് മന്ത് അങ്ങനെയാണ് നമുക്ക് റീയൂണിയൻ്റെ സാധ്യത കൂട്ടിത്തരുന്നതാണ് ഓഗസ്റ്റ് മന്ത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഡെസ്റ്റൈൻ ആണ് എങ്കിൽ അവിടെ യൂണിയൻ ഉണ്ടാകും. അല്ല, ഡെസ്റ്റൈൻ അല്ല എങ്കിൽ നിങ്ങളെ തമ്മിൽ പിരിയിപ്പിക്കും എന്നുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഡെസ്റ്റൈൻ പാർട്ട്ണർ അല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ കാർമിക് പാർട്ട്ണർ ആയിരിക്കും. കാർമിക് പാർട്ട്ണർ ആകുമ്പോൾ എന്തെങ്കിലും ട്രിഗർ നിങ്ങൾക്ക് തന്നിട്ട് അവർ റിലീസായി പോകും. അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് ട്രിഗർ തരുന്നത്. അതായത് ഭാഗ്യത്തിൽ നിങ്ങളുമായിട്ട് അവർക്കൊരു ബന്ധം ഇല്ല, അതുകൊണ്ട് അവർ ട്രിഗർ തന്നിട്ട് നിങ്ങളിൽ നിന്ന് റിലീസായി പോകും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ട്രിഗർ ലഭിക്കുന്നത്. അല്ല, ഭാഗ്യത്തിൽ ഡെസ്റ്റൈൻ ആയിട്ടുള്ള പാർട്ട്ണറാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നാകുകയേ ഉള്ളൂ. അവിടെ ട്രിഗറോ ഒന്നും ലഭിക്കുകയില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയും എല്ലാം ചെയ്യും. ഇങ്ങനെ ഡെസ്റ്റൈൻ അല്ലാത്ത റിലേഷൻഷിപ്പിലാണ് ബ്രേക്കപ്പ് ഒത്തിരി കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കാർമിക് റിലേഷൻഷിപ്പാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ട്രിഗർ ചെയ്തിട്ട് റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാർമിക് സിറ്റുവേഷൻ എൻഡാകും. ഇവിടെ ഇമോഷണലായിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് ഇവരുടേതായ ഒരു ഷാഢ്യ മനോഭാവം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് വീട്ടിലുള്ളവർ സമ്മതിച്ചില്ല എങ്കിൽ ലവ് മാരേജ് ചെയ്യാമെന്നുള്ള രീതിയിൽ നിങ്ങളെ ഓട് പറയുന്നതായിട്ട്, അറേഞ്ച് മാരേജ് പറ്റിയില്ലെങ്കിൽ ലവ് മാരേജ് ചെയ്യാമെന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ എല്ലാ ബൗണ്ടറീസും തകർത്തിവർ നിങ്ങളെ മാരേജ് ചെയ്യുന്നതായിട്ട്, ഔട്ട് ഓഫ് ദ ബൗണ്ടറി പോയി മാരേജ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ലവ് മാരേജ് ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ മാരേജ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷൻ അങ്ങനെയൊക്കെ ഡിഫറൻസ് കാണത്തില്ല നിങ്ങൾ തമ്മിൽ. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ഇത് പെട്ടെന്ന് സംഭവിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന സമയം ഇങ്ങനെ ഡിഫറൻസസ് ഉള്ള ആൾക്കാർ ലവ് മാരേജ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഷാഢ്യമായിട്ടുള്ള മനോഭാവം, അതായത് എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, ഇനി ഞാൻ ആരെയും നോക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു വാശിയുടെ പുറത്ത് നിങ്ങളെ ലവ് മാരേജ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, അതായത് ഒരു ആൾ സിംഗിൾ, ഒരാൾ വിഡോ അല്ലെങ്കിൽ ഡിവോഴ്സി, അങ്ങനെയുള്ള സിറ്റുവേഷനിലും ലവ് മാരേജ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ശിവശക്തിയുടെ യൂണിയൻ, അതായത് ഡിവൈൻ യൂണിയൻ കുറേ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രപ്പോസൽ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഇവർ ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുവാനുള്ള തീരുമാനമാണ് ഇവർ എടുത്തേക്കുന്നത്. മെസ്സേജോ കോളോ നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി എൻഡാക്കി പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ആണോ ഉണ്ടായിരുന്നത് അതെല്ലാം അവസാനിച്ചു, ഇല്ലെങ്കിൽ അവസാനിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ഭാഗത്തേക്ക് വളരെ കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും ഇവരുടെ കോളോ മെസ്സേജോ വരുന്നത്. അതായത് ഒത്തിരി നാളായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ അനുഭവിക്കുന്ന, സെപ്പറേഷൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വളരെ താമസിച്ചായിരിക്കും അവരുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ വരുന്നത്. ഇവിടെ മെമ്മറീസ് ഓഫ് ലവിൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ മറച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരുന്നു കാണും. അപ്പോൾ സഡനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൺസ് നിങ്ങളോട് അവരുടെ ഇമോഷൻസും അവരുടെ ഫീലിങ്സും എല്ലാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട്. നെക്സ്റ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഡെസ്റ്റൈനാണ്, പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. മുന്നേ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ കണ്ടുമുട്ടിയവരാണ്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ദൈവം നിങ്ങളെ ഒരുമിപ്പിച്ചത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്.
ചില ആൾക്കാർക്ക് എൻഗേജ്മെൻറ്റ് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു മാസം. അതായത് ഇവർക്ക് സഡനായിട്ട് തോന്നും നിങ്ങളുമായിട്ടൊരു എൻഗേജ്മെൻറ്റ് നടത്തി വയ്ക്കാം, പിന്നെ മാരേജൊക്കെ പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ, എൻഗേജ് ആവാം എന്നുള്ള രീതിയിൽ സഡനായിട്ട് എൻഗേജ്മെൻറ്റ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക്. നെക്സ്റ്റ് മെസ്സേജ്, കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ വിചാരിച്ചു ഇവർ സിംഗിളാണെന്ന്, പക്ഷേ ഇവർ സിംഗിളല്ല. അതായത് ഇവർക്ക് എന്തോ ഒരു പാസ്റ്റ് ഉണ്ട്. ഒന്നുകിൽ ഇവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളായിരിക്കും. നിങ്ങളുടെ കൂടെ ഇങ്ങനെയുള്ള ആ ഒരു ഇതാണ് സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധാലുവായിട്ടിരിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാർമിക് പാർട്ട്ണറാണ് എങ്കിൽ അവർ നിങ്ങൾക്ക് ട്രിഗർ തന്നിട്ട് നിങ്ങളിൽ നിന്ന് റിലീസായി പോകും. അപ്പോൾ നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് എങ്കിൽ. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം. കാരണം ചില ആൾക്കാരുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ചതിക്കണമെന്നാണ്. അതായത് നിങ്ങളോടൊന്നും പറയാതെ വേറൊരാളെ എൻഗേജ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് റിലീസാവാം എന്നുള്ള രീതിയിൽ നിങ്ങളെ ചതിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത്, എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവർ എൻഗേജ്മെൻറ്റോ മാരേജോ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അൺബ്ലോക്ക് ആക്കിയിട്ട് നിങ്ങളോട് ഈ കാര്യം പറയുവാൻ ശ്രമിക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവരുടെ എനർജിയിൽ ഡെസ്റ്റൈനായിട്ടുള്ള പാർട്ട്ണറാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവരുമായിട്ട് യൂണിയൻ ആകും. അല്ല, കാർമിക് പാർട്ട്ണറാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവർ നിങ്ങൾക്ക് ട്രിഗർ തന്നിട്ട് റിലൈസായി പോകും. അതായത് ഈ ഒരു ടൈം പീരീഡ് 88 പോർട്ടൽ എന്ന് പറയുന്നത് കാർമിക് പാർട്ട്ണറാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ നിങ്ങൾക്ക് ട്രിഗർ തന്നിട്ട് അവർ റിലീസായി പോകും. അല്ല, ഡെസ്റ്റൈൻ ആണ് എങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളുമായിട്ട് യൂണിയനിലാകും. അപ്പോൾ 88 പോർട്ടലിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയിൽ. അതായത് 88 പോർട്ടൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എത്രത്തോളം കർമാസ് അത് ഒന്നുകിൽ ഹീലാകും അല്ല എങ്കിൽ റിലീസായി പോകും. അതായത് ബാഡ് കർമ്മ അസോസിയേറ്റ് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ട്രിഗർ തന്നിട്ട് അത് റിലീസായി പോകും. നല്ല കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ തരികയുള്ളൂ. അപ്പോൾ 88 പോർട്ടൽ എത്താറായപ്പോൾ ചില ആൾക്കാരുടെ പാർട്ട്ണർ വളരെ പോസിറ്റീവാണ്, ചില ആൾക്കാരുടെ പാർട്ട്ണർ നിങ്ങളെ ചതിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് റെസൊനേറ്റ് ആകുന്നത് എങ്കിൽ നിങ്ങൾ കുറച്ച് അവെയർ ആയിട്ടിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഫസ്റ്റ് ഇവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇവർ ഫസ്റ്റ് ഇവരെയാണ് സ്നേഹിക്കുന്നത്, അതിന് ശേഷമേ നിങ്ങളുടെ കാര്യം വരുന്നുള്ളൂ. അതായത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരാൾ. അതായത് നിങ്ങൾ കരയുകയാണ്, ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്, അപ്പോഴാണ് ഇവർ സഡനായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തത്. നിങ്ങൾ കരയുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഇവർക്കൊരു ദുഃഖവുമില്ല. കാരണം ഇവർക്ക് ആദ്യം ഇവരാണ് പ്രയോറിറ്റി, അത് കഴിഞ്ഞേ നിങ്ങൾ പ്രയോറിറ്റി ഉള്ളൂ. അപ്പോൾ ചില ആൾക്കാരുടെ പാർട്ട്ണർ ഹാർട്ട്ലെസ് ആണ്, ഇമോഷൻലെസ് ആണ്. അവർക്ക് ഇമോഷൻസും ഇല്ല, അവർക്ക് ഫീലിങ്സ് ഒന്നും തന്നെ ഇല്ല. അവർക്ക് അവരാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം, അവർ സെൽഫിഷ് ആണോ ഇല്ലേ എന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി വളരെ നെഗറ്റീവാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇമീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവരുടെ. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് നിങ്ങൾ എന്ത് ആക്ഷന് വേണ്ടിയാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് കാത്തിരുന്നത്, അങ്ങനെയുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുറേ ഡിവൈൻ യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറേ ആൾക്കാർ അവരുടെ ബ്ലോക്കേജസ് ഹീലാക്കിയിട്ടുണ്ട്. ഇവിടെ 333ൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജിയിൽ വിസ്ഡം, നോളജ് അത് കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ടൈം പീരീഡിൽ അവർക്ക് ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവ് ലഭിക്കുന്നതായിട്ട്, ഗൈഡൻസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏഞ്ചലിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഡിവൈൻ്റെ ഭാഗത്ത് നിന്ന്. 144ൻ്റെ ആ ഒരു വൈബ്രേഷനും കാണാൻ സാധിക്കുന്നു. ഈ ഒരു ടൈം പീരീഡിൽ ഇവർ സ്പിരിച്വൽ പാത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ശരിയായ ഒരു ഡയറക്ഷൻ ഇവർ ചൂസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി ഇവർ ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് എങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളപ്പോൾ പേഷ്യൻസ് ആയിട്ട് ഇവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. എന്ത് പ്രശ്നം കാരണമാണോ ഇവർ സ്റ്റക്കായിട്ടിരുന്നത്, ഇപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ് നിങ്ങളുടെ പേഴ്സൺ. എന്ത് കാരണം കൊണ്ടാണോ ഇവർ നിങ്ങളിൽ നിന്ന് ദൂരം മാറി നിന്നത്, ഇല്ല എങ്കിൽ നിങ്ങളോട് സംസാരിക്കാതിരുന്നത്, അതിനൊക്കെയുള്ള ഒരു കാരണം ഇവർക്ക്
കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ്. ഇവിടെ ഇവർ എല്ലാ സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വരുവാൻ പോവുകയാണ്. നിങ്ങളപ്പോൾ പേഷ്യൻസോടെ കാത്തിരിക്കുക. നിങ്ങൾക്ക് ആ രീതിയിലുള്ള മെസ്സേജ് റിസീവ് ആകുന്നതാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കാട്ടുന്നത് അതിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.